ഇടുക്കിയിലെ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുടിയേറ്റ മണ്ണിന്റെ അവകാശികളായി 4ാം തലമുറ എത്തിയിട്ടും പട്ടയം എന്ന കിട്ടാക്കനിക്കായി കാത്തിരിക്കുകയാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ മേപ്പാറയിലുള്ള നിരവധി കുടുംബങ്ങൾ. 7 പതിറ്റാണ്ടായി മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് എല്ലാ രേഖയുമുണ്ട്. പക്ഷേ പ്രദേശം റവന്യൂ പുറമ്പോക്കെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണ് പട്ടയം കിട്ടാതിരിക്കാനുള്ള കാരണം. എന്നാൽ ഇതിനു ചുറ്റുമുള്ള മറ്റെല്ലാവർക്കും പട്ടയം കിട്ടി. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ മേപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. നിരവധിയായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ, പട്ടയ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നാടാണ് ഇടുക്കി. അവിടെ കുടിയേറ്റ കാലം മുതൽ ഇന്നോളം കൈവശ ഭൂമിക്ക് പട്ടയമെന്ന ആവശ്യവുമായിരിക്കുന്ന ഒരു കുറച്ച് കുടുംബങ്ങളാണുള്ളത്. എന്താണ് നിങ്ങൾക്ക് പട്ടയം കിട്ടാത്തതിൻ്റെ കാര്യം? ഇത് കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ 11ാം വാർഡിലാണ്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ മുതൽ ഇവിടെ താമസിക്കുന്നതാണ്. അതുപോലെ ഈ തൊട്ടടുത്ത സ്ഥലത്തിന് എല്ലാം തന്നെ പട്ടയമുള്ളതാണ്. ഞങ്ങളുടെ ഈ 10 കുടുംബക്കാർക്കാണ് ഇതുവരെയും പട്ടയം ലഭിക്കാത്തത്. ധാരാളം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയും മന്ത്രിയെയും MLA-യും MP-യും ഒക്കെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തു. ഈ ഭൂമി പല പ്രാവശ്യം അളന്നു പോയിട്ടുള്ളതുമാണ്. തീർത്തും കർഷകരാണ്. അവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പട്ടയം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ വായ്പയോ ഇല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതിന് ലോൺ എടുക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്, അല്ലേ? അതെ. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുകൊണ്ട് സാധിക്കുന്നില്ല. ഈ എന്താ ഇതിനെന്തെങ്കിലും ഒരു തടസ്സം പറയുന്നുണ്ടോ ഇവർ? തടസ്സം ഇവർ സർക്കാരിന് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ 3 പ്രാവശ്യം അളന്നു പോയതാണ്. അപ്പോൾ ഇത് വലിയ കൂടുതൽ സ്ഥലമുള്ളതല്ല, ഒരേക്കറി താഴെയുള്ള 10 സെൻറ്റ് പോലെ ഒരു 80 സെൻറ്റ് വരെയുള്ള ആൾക്കാരെ ഉള്ളൂ ഇതിനകത്ത്. വീട്ടു നമ്പർ ഉണ്ട്, വൈദ്യുതി കിട്ടിയിട്ടുണ്ട്, അല്ലേ? എല്ലാ കൂട്ടമുണ്ട്, വൈദ്യുതിയൊക്കെ ഉണ്ട്. പഞ്ചായത്തിലെ കാര്യം ഉണ്ട്. എല്ലാവിധ രേഖകളുമുണ്ട്. ഇവരിവിടുത്തെ താമസക്കാരാണ്, ഇത്ര വർഷമായി ഇവിടെ താമസിക്കുന്നതെന്ന് കൃത്യമായി ഇവർക്ക് അറിയാം. എങ്കിൽ പോലും പട്ടയ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ഭൂമിക്കും എല്ലാ ഭൂമിയിൽ കൈവശക്കാരനും പട്ടയം നൽകുമെന്ന പ്രഖ്യാപനമടക്കം സർക്കാർ നടത്തി. അത് സർക്കാരിൻ്റെ ഒരു നയമായി സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ 10 കുടുംബങ്ങൾ അവരുടെ ഈ ഒരു പ്രശ്നം സർക്കാരിന് മുമ്പിലേക്ക് വെക്കുന്നത്. എന്തായിരുന്നാലും റവന്യൂ വകുപ്പ് അധികൃതർ ഇവരുടെ ആ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.